ഐഷു, നീ എവിടെയുണ്ട്? ഞാൻ മിഥുന്റെ സ്റ്റുഡിയോയിലുണ്ട്. എന്താടി? ഞാൻ അതിൽ വരട്ടെ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ നിന്റെ ശബ്ദം വല്ലാതെ? ആകെ അപ്സെറ്റാ. പറയാം. നീ ഫ്രീ ആണോ? ഇവിടെ തിരക്കാ. എന്നാലും നീ വാ, നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഐഷു. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പോൾ സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഐഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. കുറച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ, ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ് 10,000 രൂപ വാടാ. പുള്ളി അമ്മയ്ക്ക്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന്. നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചിട്ട് ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാന്ന്. എത്ര തരും? 15 പറയാം, മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ. എന്നാ കഴിക്കാനുണ്ട്? ഹേയ് ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ ഞാൻ ഉണ്ടാക്കിയാ കഴിക്കൂലേ? ഹേയ് അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ. ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ. മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്ക് ഞാനും അയാളും വീട്ടിൽ ഒറ്റയ്ക്കാവും. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു, ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ. ഓഫീസിലേക്കാണോ? അതെ. മമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ. പോരുന്നോ? എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല. ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണവും. ക്രൈസിസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും. പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാൾ അമ്മയെ നോക്കി, അയാളുടെ അമ്മയെ പോലെ തന്നെ. അത് പക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു. തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ കേട്ടില്ല. ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ. മദ്യം കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു.
ചിലപ്പോൾ ഭയങ്കര സ്നേഹ. അത് റിയലാണോ അഭിനയാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും. പെർവേർട്ടഡ് സെക്ഷൽ മേനിയ. അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ. വൈഫിൻ്റെ അടുത്തും അയാളിങ്ങനെ ആവോ? അതറിയില്ല. ആയിരിക്കും. നിനക്ക് അറിഞ്ഞൂടെ, ഇതൊരു തരം അസുഖ. പാർട്ട്ണറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. വെറുതെ എന്തിനാ സഹിക്കുന്നേ? അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഞാൻ ആലോചിക്കാറുണ്ട്. മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാ. അതും കൂടെ താങ്ങാൻ പറ്റില്ല ആ പാവത്തിന്. ഞാൻ മോളുടെ പ്രോഗ്രാംസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇവള് കാണിച്ചു തരും. ആണോ? മമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറെ പാട്ട് കേൾക്കും, പിന്നെ യൂട്യൂബും OTT മൂവീസൊക്കെ. ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ മാമ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. എപ്പോ എത്തും പുള്ളിക്കാരൻ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും. നീ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ? ഒരു 5000. നാളെ മമ്മയുടെ മരുന്ന് വാങ്ങിക്കണം. നല്ല വിലയാ. ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ. എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി. ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ. അമ്മ ഞാൻ ഇറങ്ങുവാണേ. മോളെ നോക്ക്, ആരാണ്ടോ വരുന്നു. സിതാരയാണോ? അതെ, ആരാ? ഇത് ഡയന, ഞാൻ ആയിഷ. ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണല്ലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നതാ കാര്യം? അല്ല, അതങ്ങനെ തിരക്കിട്ട് പറയേണ്ട കാര്യമല്ല. ആ, എന്നായാലും ഇപ്പൊ നേരമില്ല. അമ്മയോട് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് തിരക്കൊന്നുമില്ല. വല്ല പോളിസിക്കാണെങ്കിൽ നടക്കുകയല്ല കേട്ടോ. അമ്മേ, പോളിസിക്കാരാ? പോളിസിയാണ് ഇപ്പൊ തന്നെ 2 ഉണ്ട്. LIC മെഡിക്കൽ ഇൻഷുറൻസും. നല്ല ഭാര്യ അമ്മേ. നമുക്ക് അവരുടെ ഓഫീസിലേക്ക് വിട്ടാലോ? ചേച്ചി, ഒരു ഡൗട്ട്. ഈ ഫയലൊന്ന് നോക്കൂ, അർജന്റാ. എന്നാ അർജന്റ്? സെക്രട്ടറി കണ്ടാലേ ഡിസ്പാച്ച് ചെയ്തുള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ട് മതി മോളെ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. സിത്താര സാറേ, 2 സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയും വന്നോ? അത്യാവശ്യമായതുകൊണ്ടാണല്ലോ. എന്നാ? അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? ഈ വിവേകാനന്ദനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്? അതെ. അതിവിടെ. പക്ഷെ കൊച്ചിയിൽ ഇയാള് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ല ഞങ്ങൾ വന്നത്. വിവേകാനന്ദന് ഭാര്യയും മോളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അയാളുടെ എറണാകുളത്തെ ജീവിതം ഒന്നും അറിഞ്ഞില്ല. ഏത് സാധാരണ ഭാര്യയും പോലെ
നിങ്ങൾ അയാളെ വിശ്വസിച്ചു. അയാളുടെ എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ രണ്ടാളും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അത് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഡിസ്കസ് ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. രാത്രിയുള്ള വിളിക്കും. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പോൾ അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാണ്. വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി.